എന്നും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതെന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇന്നൊരു ചിക്കൻ ടിക്ക കബാബ് റെഡിയാക്കിയാലോ. അതും നല്ല കിടിലൻ ടേസ്റ്റ്. ചെറുതായി അരിഞ്ഞ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും നാരങ്ങാനീരും കൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കട്ടിയുള്ള തൈരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് കസൂരി മേത്തിയും ഓയിലും ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 4-5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോഴേക്ക് ഈ ചിക്കനിൽ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവറിലേക്ക് ചിക്കൻ്റെ ഓരോ പീസായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ക്യൂവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പച്ചേർക്കളോ ടൂത്ത് പിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കൻ ഒരു 10 പീസോളം ഉണ്ടായിരുന്നു, അപ്പം ഞാൻ 2 സ്ക്യൂവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രില്ല് ചെയ്യാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇതൊരു ഗ്രില്ലിംഗ് പാൻ ആണ്. ഇനിയിപ്പോൾ സ്ക്യൂവറും ഗ്രില്ലിംഗ് പാനും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോർമലി നമ്മൾ പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുപോലെ അങ്ങോട്ട് ചെയ്താലും ഈ ഒരു സംഭവം കിടലനായിട്ട് തന്നെ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ചിക്കനെ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ചൂടോടെ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.